ദൃശ്യമാണ്. ദൈവത്തെക്കുറിച്ച് അറിയാവുന്നത് അവർക്ക് വെളിവായിരിക്കുന്നു. ദൈവത്തെക്കുറിച്ച് അറിയാവുന്നത് അവർക്ക് വെളിവായിരിക്കുന്നു. അപ്പോൾ ആ ദൈവത്തിന്റെ നിത്യശക്തിയും ദിവ്യത്വവുമായി ആ ദൈവത്തിന്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ അവന്റെ പ്രവൃത്തികളാൽ ബുദ്ധിക്കു തെളിവായി വെളിപ്പെട്ടു വരുന്നു. അവർക്ക് പ്രതിവാദമില്ലാതിരിക്കേണ്ടതിന് തന്നെ. ഇതാണ് ആ വാക്യം നമ്മൾ വായിച്ചു കേട്ടത്. അപ്പോൾ അതിനകത്ത് പറയുന്നത് ഈ പ്രകൃതിയിൽ കാണുന്ന പ്രതിഭാസങ്ങളെ, പ്രപഞ്ച സൃഷ്ടിയിൽ കാണുന്ന സൃഷ്ടികളെ, മനുഷ്യന്റെ കൺമുമ്പിൽ കാണുന്ന കടലും കരയും മലകളും കുന്നുകളും താഴ്വാരങ്ങളും അരുവികളും നദികളും കായലുകളും കടലോര പ്രദേശങ്ങളും മഞ്ഞുമലകളും, അങ്ങനെ പ്രകൃതിയിൽ കാണുന്ന സകലത്തെയും മനുഷ്യൻ അതിൻ്റെ സൃഷ്ടിയും അതിൻ്റെ ഭംഗിയും അതിൻ്റെ ശ്രേഷ്ഠതയും മനസ്സിലാക്കുമ്പോൾ മനുഷ്യൻ്റെതായിരിക്കുന്ന കാഴ്ചപ്പാടുകളിൽ നിന്ന് സ്വയമായി അവൻ പറയും, ഇത് എൻ്റെ കൈ കൊണ്ടോ എൻ്റെ പ്രവൃത്തി കൊണ്ടോ എൻ്റെ ഏതെങ്കിലും ബുദ്ധി കൊണ്ടോ സാധിക്കുന്ന ഒന്നല്ല. കാറ്റ് എവിടെ നിന്ന് വരുന്നു, അതെങ്ങോട്ട് പോകുന്നു, അതറിയുന്നില്ല. കാറ്റിനെ കാണാൻ കഴിയുന്നില്ല. നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത ഒന്നാണ് കാറ്റ്. എന്നാൽ നമ്മൾ അനുഭവിക്കുന്നു. ഫാൻ കറങ്ങുമ്പോൾ ഫാനിന്റെ ആ കാറ്റ് നമ്മൾ അനുഭവിക്കുന്നു. ഫാൻ എന്ന വസ്തു അവിടെ കറങ്ങുന്നുണ്ട്, വായു മുഴുവൻ ചലിക്കുന്നുണ്ട്, നമ്മുടെ ശരീരത്തെ അത് അനുഭവിക്കുന്നുണ്ട്. പക്ഷെ ഇത് കാണാൻ കഴിയുന്നില്ല. നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്നില്ല, പക്ഷെ അനുഭവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ സൃഷ്ടി എവിടെയാണെന്ന് അറിയത്തില്ല. നിങ്ങള് ഈ ആകാശത്തുകൂടെ സഞ്ചരിക്കുന്ന മേഘങ്ങളെ കണ്ടിട്ടുണ്ട് അല്ലേ? ഈ മേഘങ്ങൾ, വെള്ളമേഘം, അത് തണുത്തുറഞ്ഞ് കട്ടിയായി അതൊരു ഐസ് രൂപത്തിലായി അത് വീണ്ടും ചൂടാകുമ്പോൾ മഴയായി നമുക്ക് പെയ്യുന്നു, നമുക്ക് കിട്ടുന്നു കാറ്റടിക്കുമ്പോൾ. എന്നാൽ ഈ വെള്ളമേഘം ആകാശത്തൂടെ സഞ്ചരിക്കുന്നുണ്ട്. ഫ്ലൈറ്റിൽ യാത്ര ചെയ്തിട്ടുള്ളവർക്കൊക്കെ അറിയാം. ഈ വെള്ളമേഘത്തിന്റെ ഉള്ളിലൂടെയാണ് ഫ്ലൈറ്റുകൾ പോകുന്നത് പലപ്പോഴും. കണ്ടാൽ ഒരു ഗ്രൂപ്പായിട്ട് തിരിഞ്ഞ് കുറെ ഗ്രൂപ്പുകളായിട്ടിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. പക്ഷേ ഇതെങ്ങനെ അവിടെ വെച്ചിരിക്കുന്നു, ആര് വെച്ചിരിക്കുന്നു, ഇതിന് സാന്ദ്രത, ഈ ആകാശത്ത് കാണുന്ന വെള്ളം അത് എങ്ങനെയാണ് അവിടെ നിൽക്കുന്നത്? ഇപ്പൊ നമ്മൾ ശാസ്ത്രം പഠിക്കുമ്പോൾ, സയൻസ് പഠിക്കുന്നവര് ഇങ്ങനെയാണ് പഠിക്കുന്നത്. സൂര്യൻ ഉദിക്കുമ്പോൾ സൂര്യന്റെ ചൂട് കൊണ്ട് നീരാവി ഉണ്ടാകുന്നു. അപ്പോൾ ഈ ഭൂമിയിൽ കാണുന്ന നദികളിലൂടെയും സമുദ്രങ്ങളിലൂടെയുമുള്ള വെള്ളം അത് നീരാവിയായി ഉയരത്തിലേക്ക് പോകുന്നു, തണുത്തുറഞ്ഞ് വീണ്ടും മഴയായി പെയ്യുന്നു. ഇതാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു ആന്റി ഇങ്ങനെ ദൈവത്തിനെ സംസാരിച്ചപ്പോ ആ ആന്റി പറഞ്ഞൊരു കാര്യം ഇങ്ങനെയാണ്, പാസ്റ്റേ ഇങ്ങനെ നമ്മൾ ഇതൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിലും ഇതൊക്കെയാണോ അതിന്റെ പ്രാധാന്യത? ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ കാണുന്നുണ്ട്, 2-ാം വാക്യത്തിൽ ഒന്ന് വായിച്ചേ. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 2-ാം വാക്യം.
ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 2-ാം വാക്യം. ഭൂമി പാഴായും ശൂന്യമായിരുന്നു, ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു, ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു, വെളിച്ചമുണ്ടായി. വെളിച്ചം നല്ലത് എന്ന് ദൈവം കണ്ടു. ദൈവം വെളിച്ചവും ഇരുളും തമ്മിൽ വേർതിരിച്ചു. ദൈവം വെളിച്ചത്തിന് പകലെന്നും ഇരുളിന് രാത്രി പേരിട്ടു. 6-7 വാക്യങ്ങള്. ദൈവം വെള്ളങ്ങളുടെ മധ്യ ഒരു വിധാനം ഉണ്ടാകട്ടെ, അത് വെള്ളത്തിനും തമ്മിൽ വേർപിരിവായിരിക്കട്ടെ എന്ന് കൽപ്പിച്ചു. വിധാനം ഉണ്ടാക്കിയിട്ട് ദൈവം വിധാനത്തിന് കീഴുള്ള വെള്ളവും വിധാനത്തിന് മീതെയുള്ള വെള്ളവും തമ്മിൽ വേർപിരിച്ചു. അങ്ങനെ സംഭവിച്ചു. ദൈവം വിധാനത്തിന് ആകാശം എന്ന് പേരിട്ടു. സന്ധ്യയായി ഉഷസ്സായി 2-ാം ദിവസം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 6-7-8 വാക്യങ്ങളൊക്കെ 100 പ്രാവശ്യം നമ്മൾ വായിച്ചിട്ടുണ്ട്. അവിടെ തന്നെ യഹോവയായ ദൈവം പറയുകയാണ്, വെള്ളത്തെ 2ആയി തിരിച്ചു, വെള്ളങ്ങളുടെ മധ്യേ ഒരു വിധാനമുണ്ടാക്കി, എന്നിട്ട് ആ വിധാനത്തിൽ അത് ആകാശത്തിൽ അല്ലേ, ആകാശത്തിന് കീഴുള്ള വെള്ളം ഒരു സ്ഥലത്ത് കൂടെ. 8-ാം വാക്യം. ദൈവം വിധാനത്തിന് ആകാശം എന്ന് പേരിട്ടു. സന്ധ്യയായി ഉഷസ്സായി 2-ാം ദിവസം. സന്ധ്യയായി തിരിച്ചു, മുകളിൽ നിൽക്കുന്ന വെള്ളം, ആ വെള്ളത്തിന് വിധാനമെന്ന് ആകാശമെന്ന് പേരിട്ടു. അപ്പൊ ദൈവത്തിന്റെ, നമ്മള് ശാസ്ത്രം പഠിക്കുമ്പോൾ നീരാവിയായി വെള്ളം മുകളിലോട്ട് പോയി ഉറച്ചു എന്നൊക്കെ പറയുന്നെങ്കിലും യഥാർത്ഥമായി ദൈവദിനം പഠിക്കുമ്പോൾ ദൈവം കുറെ വെള്ളം മുകളിൽ നിർത്തിയിരിക്കുക. ദൈവം ഓർഡർ കൊടുക്കുമ്പോൾ അത് മഴയായി പെയ്യുക. ഇതാണ് യാഥാർത്ഥ്യം. ശരിയാണോ? രാജസിസ്റ്റർ അവിടെ കറണ്ട് പോയില്ലേ? അപ്പൊ ദൈവം സാരമില്ല, കേൾക്കാലോ. ദൈവം വിധാനത്തിന് മുകളിൽ വെള്ളം നിർത്തിയിരിക്കുന്നു. ആ വെള്ളം അവിടെ നിൽക്കുമ്പോൾ ആ വെള്ളത്തിന് ആകാശമെന്ന് പേരിട്ടു. അപ്പോൾ മനുഷ്യൻ വസിക്കുന്ന ഭൂമിയിൽ നമുക്ക് സമുദ്രങ്ങളുണ്ട്, നദികളുണ്ട്, തോടുകളുണ്ട്, കുളങ്ങളുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ദൈവം ഒരു വിധാനമുണ്ടാക്കി മുകളിലും കുറെ വെള്ളം നിർത്തിയിരിക്കുകയാണ്. ആ മുകളിൽ നിർത്തിയിരിക്കുന്ന വിധാനത്തിന് ദൈവം ആകാശം എന്ന് പേരിട്ടത്. അതിന് മുകളിലുള്ളതിന് ആകാശം എന്ന് പറയാൻ പറ്റത്തില്ല, അത് ഗാലക്സിയാണ്, അല്ലേ? ഒരുപാട് ഗ്രഹങ്ങളുള്ള, ഉൽക്കകളുള്ള, നക്ഷത്രങ്ങളുള്ള, അനന്തമായ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഒക്കെ തിങ്ങിപ്പാർക്കുന്ന ഗാലക്സിയാണ്. ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞ ഇങ്ങനത്തെ അനവധി ഗാലക്സികളുണ്ടെന്നാ പറയുന്നത്. ഇതുവരെ മനുഷ്യൻ ചെന്നിട്ടില്ല, എത്തിയിട്ടില്ല. അപ്പോൾ പൊതുവായ വെളിപ്പാടെന്ന് പറഞ്ഞാൽ ഒറ്റവാക്കിൽ ലോക സൃഷ്ടി മുതൽ ദൈവത്തിന്റെ പ്രവർത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അദൃശ്യ ലക്ഷണങ്ങൾ, കാണുന്നതും കാണാൻ കഴിയാത്തതുമായ അദൃശ്യമായിരിക്കുന്ന ലക്ഷണങ്ങളെ, സൃഷ്ടികളെ, ദൈവത്തിന്റെ പ്രവൃത്തിയെ, ഇത് മനുഷ്യന് കാണത്തക്ക നിലയിൽ ദൈവം എന്ത് ചെയ്തിരിക്കുകയാണ്? നിലയുറപ്പിച്ച് വെച്ചിരിക്കുക. അപ്പോൾ ഇത്രമാത്രം അമാനുഷികമാകുന്ന ശക്തിയും ബലവും ഈ പ്രപഞ്ചത്തിനകത്ത്, ഈ ഭൂമിയുടെ മുകളിലും താഴെയുമായി മനുഷ്യൻ വസിക്കുന്നതിന് ചുറ്റുപാടുകളിൽ ദൈവം നിർമ്മിച്ച്, ദൈവം സൃഷ്ടിച്ച്, ദൈവം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അതിൻ്റെതായ പൊസിഷനുകൾ, അല്ലേ? ഭൂമിയെ ദൈവം വെച്ചിരിക്കുന്ന അതിന്റെ അച്ചുതണ്ടിൽ എത്രയോ ക്ലിയർ, കൃത്യമായിട്ടാ. ഞാൻ ചോദിക്കട്ടെ,
ഒരു 50 നിലയുള്ള 100 നിലയുള്ള ഒരു ബിൽഡിങ്, ഗോപുരം ഇപ്പോൾ അങ്ങനെയാ ഉള്ളതെന്നാ പറയുന്നത്. അത് അതിൻ്റെതായ അനുപാതത്തിലല്ല നിർമ്മിക്കുന്ന, അല്പം ചരിച്ചാ നിർമ്മിച്ചതെങ്കിലോ ആ ചരിഞ്ഞു നിൽക്കുന്ന ആ ബിൽഡിങ് എത്ര നാൾ അങ്ങനെ നിൽക്കും? ചിലപ്പോൾ അതിൽ വെച്ചിരിക്കുന്ന കമ്പികളുടെ ബലം കൊണ്ട് കുറച്ചു നാൾ നിൽക്കും. അത് കഴിയുമ്പോൾ അത് പൊട്ടിപ്പാളീസാകും, താഴെ വീഴും. സോ ഞാൻ പറഞ്ഞു വന്നത്, എന്നാൽ ഭൂമി അല്പം ചരിഞ്ഞില്ലേ, അതിന്റെ അച്ചുതണ്ടിന്മേൽ കൃത്യ അനുപാതത്തിന്മേൽ ദൈവം വെച്ചിരിക്കുകയാണ്. എത്രമാത്രം ക്ലിയർ ആയിട്ടാണ് ദൈവം ഈ ഭൂമിയെ വെച്ചിരിക്കുന്നത്, സൃഷ്ടിച്ചിരിക്കുന്നത്. ഇതൊന്ന് ഓർത്താൽ മതി യഥാർത്ഥ ദൈവം ആരാണെന്ന് തിരിച്ചറിയുക. അത് ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം വെച്ചിരിക്കുന്ന, ദൈവം സൃഷ്ടിച്ച, ദൈവം നിർമ്മിച്ച ആ ഭൂമിയുടെ ആനുപാതികമായിരിക്കുന്ന അതിൻ്റെ വ്യക്തമായ കൃത്യമായ സൃഷ്ടിപ്പിനെ പുതിയ നിയമത്തിൽ വരുമ്പോൾ റോമാലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് 1-ാം അധ്യായം 19-20 വാക്യങ്ങളിൽ എത്ര ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കുന്നു. എല്ലാവർക്കും മനസ്സിലാകുകയും അല്ലേ, ഗ്രഹിക്കുകയും ചെയ്യത്തക്ക വിധത്തിൽ പ്രകൃതിയിൽ ഇത് ദൃശ്യമാണ്, പ്രകൃതിയിൽ ഇത് ദൃശ്യമാണ്, കാണാൻ കഴിയുന്ന നിലവാരത്തിൽ തന്നെ ദൈവം വെച്ചിട്ടുണ്ട്. അപ്പൊ ദൈവത്തെക്കുറിച്ച് അറിയാവുന്നത് അവർക്ക് വെളിവായിരിക്കുന്നു. അവന്റെ നിത്യശക്തിയും ദിവ്യത്വവുമായി ആ ദൈവത്തിന്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ ദൈവത്തിന്റെ പ്രവൃത്തികളാൽ ബുദ്ധിക്കു തെളിവായി വെളിപ്പെട്ടു വരുന്നു. അവർക്ക് പ്രതിവാദമില്ലാതിരിക്കേണ്ടത് തന്നെ. പ്രതിവാദിക്കാൻ അവർക്ക് എന്ത് ചെയ്യത്തില്ല, കഴിയത്തില്ല. ഈ ദൈവത്തിന്റെ സൃഷ്ടിപ്പിനെ ഒരു കാരണവശാലും ഗണ്ണിക്കാൻ കഴിയത്തില്ല, ദൈവമില്ല എന്ന് പറയാൻ കഴിയത്തില്ല. അത്രമാത്രം ദൈവത്തിന്റെ സൃഷ്ടി ഉറപ്പും ദൃഢതയുള്ളതാണ്. അതുകൊണ്ടാണ് അതിന്റെ 18-ാമത്തെ വാക്യത്തിൽ, റോമാലേഖനം 1:18 ഇങ്ങനെ വായിക്കുന്നുണ്ട്, അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകല അഭക്തിക്കും അനീതിക്കും നേരെ ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു. നീതി കൊണ്ടല്ല, അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകല അഭക്തിക്കും അനീതിക്കും. ഈ ദൈവമില്ല എന്ന് പറഞ്ഞുകൊണ്ട്, അങ്ങനെ ഒരു ശക്തി ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട്, അങ്ങനെ ആരും നമ്മളെ വാച്ച് ചെയ്യാനില്ല എന്ന് പറഞ്ഞുകൊണ്ട്, അങ്ങനെ ഒരു കണ്ണും നമ്മളെ കാണുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്തും ചെയ്യാം, എന്തും പ്രവർത്തിക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് തങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള സാഹചര്യങ്ങളെ, അവസരങ്ങളെ ദുർവിനിയോഗം ചെയ്യുന്ന, ദുരുപയോഗം ചെയ്യുന്ന നൂറുകണക്കിന് ആളുകൾ ഉള്ളപ്പോൾ അതിന്റെ നടുവിലാണ് ഈ സന്ദേശം ഇവിടെ പറയുന്നത്. പൗലോസ് പറയുകയാണ്, പ്രകൃതിയെ നോക്ക്, പ്രകൃതിയെ നോക്ക്. മനസ്സിലായോ? ചുറ്റുപാടുകളെ നോക്ക്. ദൈവം എത്ര വലിയവൻ, ദൈവം എത്ര ശക്തിമാൻ. ആ ദൈവത്തിന്റെ നിത്യശക്തി അല്ലേ, അതാണ് അവിടെ നമ്മളോട് പറയുന്നത്, നിത്യശക്തി. അപ്പോൾ ഇത് നാം തിരിച്ചറിയണം. ഓക്കെ, അപ്പോൾ ആ ഒരു ഭാഗത്താണ് പൊതുവായ വെളിപ്പാട് അഥവാ ജനറൽ റെവലേഷൻ എന്ന് പറഞ്ഞത്. ഇത് 1-2 ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്തത് ജനറൽ റെവലേഷൻ, പൊതുവായ വെളിപ്പാടിനെ 1-2 ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്തത് പ്രപഞ്ചത്തിൽ കൂടിയുള്ള ദൈവിക വെളിപ്പാട്.
ഒന്നാമത്തത് സബ് ഹെഡിങ് ആണ് പ്രപഞ്ചത്തിൽ കൂടിയുള്ള ദൈവിക വെളിപ്പാട്. സങ്കീർത്തനം 19:1. സാംസ് 19:1. സങ്കീർത്തനം 19:1. വായിച്ചാട്ടെ, അതെ ഞാൻ വായിക്കാം. ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന പ്രപഞ്ചം, ഇതിന്റെ പിന്നിൽ പ്ലാൻ വരയ്ക്കുകയും രൂപപ്പെടുത്തുകയും സകലത്തെയും നിലനിർത്തുകയും ചെയ്യുന്ന ഒരു സൃഷ്ടാവ് ഉണ്ടെന്നുള്ള വസ്തുത അവിതർക്കിതം വിളിച്ചറിയിക്കുന്നു. അതിലൊരു തർക്കവും ഇല്ല. പ്രപഞ്ചത്തിൽ കൂടിയുള്ള ദൈവിക വെളിപ്പാട് ഞാൻ അത് വിശദീകരിച്ച് പറഞ്ഞു ഓൾറെഡി. അതിനാണ് 19-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. ആമേൻ. ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു എന്ന് പറഞ്ഞാൽ ഭൂമിക്ക് മീതെ ആകാശം ഉയർന്നിരിക്കുന്നത് പോലെ അല്ലേ? എത്ര മനോഹരമായി! ചില സമയത്തൊക്കെ ആകാശത്തേക്ക് നോക്കുമ്പോൾ എന്ത് മനോഹരം അല്ലേ? നമ്മുടെ മനസ്സ് തന്നെ കുളിര് കൊള്ളുന്ന പോലെയാ. അത്രമാത്രം ദൈവം ആകാശത്തെ സൃഷ്ടിച്ചിരിക്കുകയാണ്. അവന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. അപ്പൊ ദൈവത്തിന്റെ കരവിരുത് ആരും ഇനി പറയണ്ട. നമ്മൾ ആരും അതിനെ പ്രത്യേകമായിട്ടൊരു പ്രത്യേക എന്താ പറയാ നല്ല വാക്കുകളൊക്കെ കൊടുത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും മോടി പിടിപ്പിച്ച് അതിനെ വലിയ ഇങ്ങനെ പ്രശംസിച്ച് നമ്മളൊന്നും പറയണ്ട. കാണുന്ന വ്യക്തി കണ്ണ് തുറന്നൊന്ന് നോക്കിയാൽ മതി, ആ ദൈവത്തിന്റെ സൃഷ്ടിയെ എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലാക്കാൻ സാധിക്കും. അത്രമാത്രം ക്ലിയർ ആയിട്ട്, ഒരു ക്ലിയർ വിഷനോടുകൂടെ ആ ദൈവത്തെ സ്തുതിക്കാനാ പറയുന്നത്. സങ്കീർത്തനം 8:1. സങ്കീർത്തനം 8:1 അവിടെ വായിക്കുന്നുണ്ട്: നീ ആകാശത്തിൽ നിന്റെ തേജസ് വെച്ചിരിക്കുന്നു. ദൈവത്തിന്റെ തേജസ് ആകാശത്തിൽ വെച്ചിരിക്കുന്നു അല്ലേ? സൂര്യന്റെ ശോഭയാൽ ആകാശത്തോട് നോക്കാൻ പോലും നമുക്ക് കഴിയത്തില്ല, അത്രമാത്രം തേജസ് ദൈവം വെച്ചിരിക്കുക. ഇനി 8-ാം അധ്യായം സങ്കീർത്തനം 8:3 പറയുന്നു: നിന്റെ വിരലുകളുടെ പണിയായ ആകാശത്തെ നീ ഉണ്ടാക്കിയ ചന്ദ്രനെ നക്ഷത്രങ്ങളെ നോക്കുമ്പോൾ. വായിച്ചാട്ടെ. സങ്കീർത്തനം 8:3. 8:3. ഹല്ലേലൂയ. നിന്റെ വിരലുകളുടെ പണിയായ ആകാശത്തെയും നീ ഉണ്ടാക്കിയ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നോക്കുമ്പോൾ മർത്യനെ നീ ഓർക്കേണ്ടതിന് അവൻ എന്ത്? മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവൻ എന്ത് മാത്രം? പ്രിയമുള്ളവരെ, ഈ ഭാഗം നമ്മൾ പഠിക്കുമ്പോൾ ദൈവം ഉണ്ടാക്കിയ ദൈവത്തിന്റെ പണിയായിരിക്കുന്ന ആകാശത്തെയും ഈ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നോക്കുമ്പോൾ നമ്മളെ ഓർക്കാൻ എന്ത്? നമ്മൾ എന്തുള്ളൂ അല്ലേ? മനുഷ്യന് പോലും നമ്മളെ തിരിഞ്ഞു നോക്കാൻ പറ്റില്ല. അപ്പൊ ദൈവം പോലും നമ്മളെ തിരിഞ്ഞു നോക്കാൻ ഇടയാകുമോ? മനുഷ്യൻ പോലും നമ്മൾ അവോയ്ഡ് ചെയ്യുമ്പോൾ, നിരസിക്കുമ്പോൾ, നിസ്സാരമാക്കി കാണുമ്പോൾ, ഇത്ര വലിയവനായ ദൈവം നമ്മളെ കാണാൻ സാധ്യതയുണ്ടോ? ഒരു ചോയ്സും ഇല്ല അവിടെ. ദൈവത്തിന്റെ മഹത്വം എന്ന് പറഞ്ഞാൽ ഇത് മനസ്സിലാക്കണമെങ്കിൽ ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകൾ സാധാരണക്കാരായ നമ്മളെ പ്രജകളായി കണ്ട് അല്ലെ, വേലക്കാരായി കണ്ട് നമുക്ക് യാതൊരു വിലയും നിലയും തരാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് തട്ടുമ്പോ ഇവിടുത്തെ ഈ താൽക്കാലികമായിരിക്കുന്ന ഒരു അധികാരം കിട്ടുമ്പോൾ കാണിച്ചു കൂട്ടുന്നതൊക്കെ എന്തൊക്കെയാണ്? ആ ഒരു സ്ഥാനത്ത്, ആ ഒരു സാഹചര്യത്തിൽ മനുഷ്യൻ പോലും നമ്മളെ തള്ളുന്ന സ്ഥാനത്ത്
ഇത്രമാത്രം ഈ വലിയ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവനായ ദൈവം നമ്മളെ ഓർക്കാൻ എന്താ ഉള്ളത് നമ്മള്? അവിടെയാണ് പ്രപഞ്ചത്തിൽ കൂടിയുള്ള ദൈവിക വെളിപ്പാട് നമ്മൾ പഠിക്കുമ്പോൾ സംഗീതക്കാരൻ പറയുകയാണ്, നമ്മളെ ഓർക്കാൻ എന്ത്, നമ്മളെ പറ്റി ചിന്തിക്കാൻ എന്ത്. പക്ഷേ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ആ സ്ഥാനത്തും നിങ്ങൾ ഞാനും ആയിരിക്കുന്ന അവസ്ഥകളെ കണ്ട്, സാഹചര്യങ്ങളെ കണ്ട് അത് മനസ്സിലാക്കി പോരായ്മകൾക്ക് മാറ്റം വരുത്തി ഈ പ്രപഞ്ചത്തെ മുഴുവൻ അടക്കി ഭരിക്കാനുള്ള അധികാരം തന്നു. ഇത്ര വലിയ ആനയെ കൊണ്ടു നടക്കാനും സിംഹത്തെ കൊണ്ടു നടക്കാനും പുലിയെ കൊണ്ടു നടക്കാനും, അല്ലേ, സർക്കസിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ ഇതിനെയൊക്കെ നടത്താനും മേയിക്കാനും കൊണ്ടു നടക്കാനും ഇത്രമാത്രം കാര്യങ്ങൾ ചിന്തിച്ച് ചെയ്യുവാനുമുള്ള ഒരു വലിയ അധികാരത്തിന്റെ ആ പവർ ദൈവം, അത് മൃഗത്തെ ആയാലും മനുഷ്യനെ ആയാലും ദൈവം മനുഷ്യന് കീഴ്പ്പെടുത്തി വെച്ചിരിക്കുക അതിനെ. അത് ദൈവത്തിന്റെ പവറാണത്, നമ്മുടെ പവറല്ല, ദൈവത്തിന്റെ ശക്തിയാണത്. ദൈവം മനുഷ്യന് വേണ്ടി ഇതിനെയൊക്കെ എന്ത് ചെയ്തിരിക്കുകയാണ്? കീഴ്പ്പെടുത്തി വെച്ചിരിക്കുക. അതുകൊണ്ട് ഇതെല്ലാം നമുക്ക് കീഴടങ്ങിയിരിക്കുന്നതാ. ഇതിനെങ്ങാനും അഴിച്ചു വിട്ടാണ്ടല്ലോ, ദൈവം അഴിച്ചു വിട്ടാൽ നമ്മളൊന്നും പൊടി പോലും കാണുക. ഈ കാണുന്ന പവറൊക്കെ ഉള്ളൂ, ഈ ഗമയൊക്കെ നമുക്കുള്ളൂ കേട്ടോ. ഇതൊക്കെ ഒന്നുമില്ല. ഇതിനെങ്ങാനും ദൈവം തമ്പുരാൻ ഒന്ന് അഴിച്ചു വിട്ടാൽ പിന്നെ നമ്മള് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ, കഴിഞ്ഞ അടുത്തിടയ്ക്കൊക്കെ വരുന്ന വാർത്തകൾ നമ്മൾ ഒരു 6 മാസം മുമ്പൊക്കെ സ്ഥിരമായിട്ട് പത്രങ്ങളിൽ കണ്ടു. ആന ഇറങ്ങി, പുലി ഇറങ്ങി, കടുവ ഇറങ്ങി, സിംഹം ഇറങ്ങി, കാട്ടുപോത്തിറങ്ങി, ഇല്ലേ, മാനിറങ്ങി. അയ്യോ, എന്തെല്ലാം ബഹളങ്ങളായിരുന്നു ഇവിടെ. കാട്ടുപന്നി ഇറങ്ങി, ആളുകളെ കൊല്ലുന്നു, കടിച്ചു തിന്നുന്നു, ഉപദ്രവിക്കുന്നു. ചെറുതായിട്ടൊന്ന് കാട്ടിൽ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ. വളരെ കുറഞ്ഞ പേഴ്സൻറ്റേജ്, എന്റെ ഭാഷ പറഞ്ഞ 1% പോലും ഈ മൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങിയില്ല. അതിനു മുമ്പ് ആളുകൾ പരിഭ്രാന്തരായി, ഭയമായി, രക്ഷയില്ലാതായി. അപ്പൊ ദൈവം ശരിക്കും പറഞ്ഞ ഈ മൃഗങ്ങളെയെല്ലാം നമുക്ക് കീഴ്പ്പെടുത്തി വെച്ചിരിക്കുക. മനുഷ്യനെ കീഴടങ്ങാൻ പറഞ്ഞാൽ നിർത്തി വെച്ചിരിക്കുക. അതുകൊണ്ട് മാത്രം ഇവയൊന്നും നമ്മളെ എന്ത് ചെയ്യാതെ, തൊടുക പോലും ചെയ്യാത്തത്, നമ്മുടെ അടുത്തോട്ട് പോലും വരാത്തതിന് കാരണം അതാണ്. അപ്പൊ അങ്ങനെയുള്ള ദൈവം, ഇത്രമാത്രം ശക്തനായ ദൈവം നമ്മെ ഓർക്കാൻ എന്ത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, ഈ ക്ലാസ്സിനകത്ത് അതുകൂടെ ഞാൻ ചേർത്ത് പറയട്ടെ, നിങ്ങളാരുമാകട്ടെ, എന്റെ ദൈവത്തിന് അത് വിഷയമല്ല. ദൈവത്തോട് അടുത്ത് വരുവിൻ, എന്നാൽ ഞാൻ നിങ്ങളോട് അടുത്തു വരാം. നിങ്ങൾ ദൈവത്തോട് അടുത്തു വന്നാൽ, നിങ്ങളാരുമാകട്ടെ, നിങ്ങളോട് അടുത്തു വരുന്നൊരു കർത്താവ്, ചേർന്നിരിക്കുന്നൊരു ദൈവം, അത് ഇത്ര ശക്തനായ ഒരു കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. ഏത് പ്രതിസന്ധിയിലും നിങ്ങൾ വിളിച്ചാൽ പോലും അടുത്തു വരാൻ മടി കാണിക്കുന്നവരുണ്ടെങ്കിൽ ഭാരപ്പെടേണ്ട കേട്ടോ. നിങ്ങൾ വിളിക്കാതെ തന്നെ നിങ്ങൾ ദൈവത്തോടൊന്ന് അടുത്ത് വന്നാൽ മതി. നിങ്ങളെ ചേർന്ന് നിൽക്കുക, നിങ്ങളൊന്ന് കെട്ടിപ്പിടിക്കുക, നിങ്ങളുടെ കൂടെ ഇരിക്കാൻ, കൂടെ നടക്കാൻ, കൂടെ സഞ്ചരിക്കാൻ, കൂടെ സംസാരിക്കാൻ കഴിയുന്ന ഒരു കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. അതാണ് ഇവിടെ കാണുന്നത്. സകല സൃഷ്ടികളും സൃഷ്ടാവായ ദൈവത്തിന്റെ ശക്തിയെയും മഹത്വത്തെയും എന്ത് ചെയ്യുന്നു? വെളിപ്പെടുത്തുന്നു. നമ്മൾ അത് തന്നെയാണ് ചെയ്യുന്നത്. ആ ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ സ്നേഹം, ദൈവത്തിന്റെ കരുതലൊക്കെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. രണ്ടാമത്തെ കാര്യം, ചരിത്രത്തിൽ കൂടിയുള്ള ദൈവിക വെളിപ്പാട്. ചരിത്രത്തിൽ കൂടിയുള്ള ദൈവിക വെളിപ്പാട്. ഒന്ന്, പ്രപഞ്ചത്തിൽ കൂടിയുള്ള ദൈവിക വെളിപ്പാട്. 2, ചരിത്രത്തിൽ കൂടിയുള്ള ദൈവിക വെളിപ്പാട്.
ആവർത്തന പുസ്തകം 32-ാം അധ്യായം 8-ാം വാക്യം. ആവർത്തന പുസ്തകം 32:8. ഹല്ലേലൂയ. മഹോന്നതൻ ജാതികൾക്ക് അവകാശം വിഭാഗിക്കുകയും മനുഷ്യപുത്രന്മാരെ വേർപിരിക്കുകയും ചെയ്തപ്പോൾ അവൻ ഇസ്രായേൽ മക്കളുടെ എണ്ണത്തിന് തക്കവണ്ണം ജാതികളുടെ അതിർത്തികളെ നിശ്ചയിച്ചു. ലോകരാഷ്ട്രങ്ങളുടെ ആവിർഭാവവും വളർച്ചയും താഴ്ചയും എല്ലാം ദൈവിക വെളിപ്പാടിന് സാക്ഷ്യം വഹിക്കുന്നുണ്ട്. ലോകരാഷ്ട്രങ്ങളുടെ ആവിർഭാവവും വളർച്ചയും താഴ്ചയും ഇതെല്ലാം ദൈവിക വെളിപ്പാടിന് സാക്ഷ്യം വഹിക്കുന്നുണ്ട്. അതാണ് നാം വായിച്ചു കേട്ടത്. ആവർത്തന പുസ്തകം 32:8 മഹോന്നതൻ ജാതികൾക്ക് അവകാശം വിഭാഗിക്കുകയും മനുഷ്യപുത്രന്മാരെ വേർപിരിക്കുകയും ചെയ്തപ്പോൾ അവൻ ഇസ്രായേലിൽ മക്കളുടെ എണ്ണത്തിനൊത്തവണ്ണം ജാതികളുടെ അതിർത്തികളെ എന്ത് ചെയ്തു? നിശ്ചയിച്ചു. മനസ്സിലായോ? അപ്പോസ്തലപ്രവൃത്തി 17:26 അതോടെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോസ്തലപ്രവൃത്തി 17:26. അപ്പോസ്തലപ്രവൃത്തി 17:26. ഹല്ലേലൂയ. ഭൂതലത്തിൽ എങ്ങും കൂടിയിരിപ്പാൻ അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയൊക്കെയും ഉളവാക്കി അവരുടെ നിവാസത്തിന് അതിരുകളും കാലങ്ങളും നിശ്ചയിച്ചു. ആമേൻ. വായിച്ചാട്ടെ. അവർ ദൈവത്തെ തപ്പിനോക്കി കണ്ടെത്തുമോ എന്ന് വെച്ച് അവനെ അന്വേഷിക്കേണ്ടതിന് തന്നെ അവൻ നമ്മിൽ ആർക്കും അകന്നിരിക്കുന്നവനല്ലതാനും. അവനിലല്ലോ നാം ജീവിക്കുകയും ചരിക്കുകയും ഇരിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ നിങ്ങളുടെ കവിവരന്മാരിൽ ചിലർ നാം അവന്റെ സന്താനമല്ലോ എന്ന് പറഞ്ഞിരിക്കുന്നു. നോക്കണം, ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ അവൻ മനുഷ്യജാതിയെ ഒക്കെയും ഉളവാക്കി അവരുടെ നിവാസത്തിന് അതിരുകളും കാലങ്ങളും നിശ്ചയിച്ചു. അപ്പോൾ ദൈവം, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ആ വാക്യം പെട്ടെന്ന് മനസ്സിലാക്കാൻ പാടാ, ഇച്ചിരി കട്ടിയായ ഒരു ഭാഗമാണ്. ലളിതമായിട്ട് പറഞ്ഞാൽ ദൈവം ഈ ഭൂമിയിൽ ആദം എന്ന് പറയുന്ന ഒരു മനുഷ്യനിൽ നിന്ന് തലമുറയായി ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ, ഭൂതലത്തിലെങ്ങും വസിക്കുവാൻ, പാർക്കുവാൻ മനുഷ്യജാതിയെ സൃഷ്ടിച്ചു. ആ സൃഷ്ടിച്ച മനുഷ്യന് എവിടെയും വസിക്കാം, എവിടെയും പാർക്കാം. പക്ഷെ അങ്ങനല്ല. ഗോത്രം ഗോത്രമായി, കുലം കുലമായി അതിരുകളിട്ടു. ഈ ഭൂമിക്കും സൃഷ്ടിച്ചതും ദൈവം, മനുഷ്യനെ ഉണ്ടാക്കിയതും ദൈവം. ഇത് പോരാനിട്ട് ഒരു മനുഷ്യൻ എവിടെയൊക്കെ പാർക്കണമെന്ന് അതിര് വരെ ആര് നിശ്ചയിച്ചു? അതിന്റെ തെളിവാണ് ദൈവം പറഞ്ഞു മനുഷ്യൻ ഇസ്രായേലിൽ പാർക്കണം, യെരുശലേമിൽ ദൈവത്തെ ആരാധിക്കണം. ഇന്നും യഹൂദൻ അവിടെ വിട്ടു പോകാൻ തയ്യാറല്ല. ഞങ്ങളുടെ സ്വന്തം നാട്, ദൈവം തന്ന നാട് എന്ന് പറഞ്ഞ് ഇന്നും മനുഷ്യൻ അങ്ങോട്ടേക്കാണ് എന്ത് ചെയ്യുന്നത്? എന്തുകൊണ്ടാ മനുഷ്യൻ അങ്ങനെ പോകുന്നത്? ദൈവം വെച്ച അതിര് അതാർക്കും മാറ്റാൻ വഴിയേല. കഴിഞ്ഞ ദിവസം നമ്മൾ പത്രത്തിൽ വായിച്ചു കാണും അല്ലേ? മണിപ്പൂര്, അവിടെ നിന്ന് ഒരു കൂട്ടം ആളുകളെ ദൈവം എന്ത് ചെയ്യാണ്? ഇസ്രായേലിലേക്ക് കൊണ്ടുപോവുകയാണ്. അവരാ ഗോത്രത്തിൽപ്പെട്ട, രൂപൻ ഗോത്രത്തിൽപ്പെട്ടവരാണ്.
എന്ന് പറഞ്ഞ് ശിമയി ഗോത്രത്തിൽപ്പെട്ടവരാന്നൊക്കെ പറഞ്ഞ് അതിന്റെ DNA ടെസ്റ്റുകളൊക്കെ നടത്തി അവരെ മടക്കി കൊണ്ടുപോവുകയാണ്. മൈത്യ വിഭാഗത്തിൽപ്പെട്ടവരൊക്കെ ആ കുലത്തിൽപ്പെട്ടവരാണെന്ന് പറയുന്നത്. മിസോറാമിലും മണിപ്പൂരും നാഗാലാൻഡും ഒക്കെ ആയിട്ട് പറന്ന് കിടക്കുക അവര്, മ്യാൻമറിലൊക്കെ. ദൈവം വെച്ചിരിക്കുന്ന അതിരിനകത്ത് നിന്ന് പുറത്തു പോയാൽ ഇവര് മടങ്ങി വരാനുള്ള ടെൻഡൻസി ഉണ്ടാകും. വന്നേ പറ്റൂ, വന്നിരിക്കും. അതിന്റെ ഒരു ചെറിയ ഭാഗമാണ് നമ്മൾ ജനിച്ചു വളർന്ന നാട്ടിനോട് നമുക്ക് എത്ര കാലം കഴിഞ്ഞാലും ഒരു മമത, ഒരു സ്നേഹം. 10-20 വയസ്സ് വരെ താമസിച്ചാൽ മതി. പക്ഷെ ആ കൊച്ചുനാളിൽ നാം ഓടി നടന്ന, കളിച്ചു നടന്ന നമ്മുടെ വീട്, നാട്, സ്ഥലം, അവിടെ വിട്ട് എവിടെ പോയാലും നമുക്ക് തിരിച്ചവിടെ വരാനുള്ള ഒരു ടെൻഡൻസി എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവും. പിന്നെ സാഹചര്യങ്ങൾ കൊണ്ട് ആരും മടങ്ങി വരുന്നില്ലെന്നേ ഉള്ളൂ. കാരണം ആ ഒരു കുട്ടിക്കാലത്ത് നമ്മളായിരുന്ന ആ ഒരു നാടിനോടുള്ള ഒരു പ്രണയം, ഒരു സ്നേഹം, അല്ലേ, അത് ഭയങ്കരമാണ്. ആ ഒരു വിശ്വാസം, അന്നുള്ള ആളുകളുടെ ഇടയിൽ നമുക്കുള്ള വിശ്വാസം, അത് ഭയങ്കരമാണ്. അല്ലാതെ നമ്മൾ ഏത് നാട്ടിൽ ചെന്ന് വാസിച്ചാലും നമുക്ക് ചെറിയൊരു പേടി നമ്മുടെ ഉള്ളിൽ കാണും. പക്ഷെ ജനിച്ചു വളർന്ന നാട്, 10-20 വയസ്സ് വരെ നാം ജനിച്ചു വളർന്ന് ഓടിക്കളിച്ച് നടന്ന് നമ്മുടെ നാട്ടിൽ നമുക്ക് പേടിയില്ല. ദൈവം നിശ്ചയിച്ചിരിക്കുന്ന അതിരാത്. ചരിത്രം കൊണ്ട് തന്നെ ദൈവം ആരാണെന്ന് വെളിപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം, നിങ്ങൾ ദാനിയേൽ ആൻഡ് റെവലേഷൻ പഠിക്കുമ്പോൾ അത് പഠിക്കുന്നുണ്ട്, അല്ലേ? മാനത്തോട്ടിരിക്കുന്ന മനുഷ്യൻ, രാജാവ് മിനിറ്റുകൾ കൊണ്ട്, നിമിഷങ്ങൾ കൊണ്ട് എന്ത് ചെയ്തു? ദൈവം പറഞ്ഞൊരൊറ്റ കാര്യമാ. 5-ാം അധ്യായം 28-ാം അധ്യായ വാക്യം, അതെനിക്ക് തോന്നുന്നു 25-ാമത്തെ വാക്യം തോന്നുന്നു. മെനെ മെനെ തെക്കൽ ഊപർത്തി, ഞാൻ നിന്റെ രാജ്യത്ത് വേണ്ടി നിന്നെ കുറവുള്ളവനെ കണ്ടിരിക്കുന്നു. നിന്നെ തുലാസിൽ തൂക്കി നോക്കി, നിന്റെ രാജ്യത്തിന് അന്തം വരുത്തിയിരിക്കുന്നു. അടുത്ത പ്രഭാതം വന്നപ്പോൾ ഇതുവരെ രാജസിംഹാസനത്തിൽ ഗമയോടിരുന്ന ആള് ദാണ്ടെ കാളയെ പോലെ ഉല്ലു നിന്നുക. നഖം വളർന്നു, കൈകാലുകൾ വളർന്നു, കഴുത്ത് നീണ്ടു, മുഖം മാത്രം മനുഷ്യന്റെ മുഖം, പക്ഷെ വാ പോലും മാറി എന്നുള്ള പുല്ല് തിന്നുന്ന വായായി. ഓ, ദൈവത്തിന്റെ സൃഷ്ടിപ്പ് ചരിത്രത്തിൽ കൂടെ ഒരു രാജാവിനും ദൈവത്തിന്റെ മുകളിൽ കയറാൻ പറ്റിയല്ല. ഒരധികാരവും ദൈവത്തിന് മുകളിൽ ഇല്ല. 12 ഗോത്രങ്ങളെയും തച്ചുടച്ചുകൊണ്ട് തകർത്ത് നൃത്തമാടിയ ബാബേൽ സാമ്രാജ്യം ഒരൊറ്റ ശക്തിയായി ശക്തമായി മുന്നോട്ട് പോകുമ്പോൾ ഒരു കല്ല് വന്ന് അടിച്ച് അതിനെ ഉടച്ച് രണ്ടായി പിരിച്ച് മേധ്യ എന്നും പാർസ എന്നും ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 10-ാം അധ്യായം 1-ാം വാക്യം. അതിലൊരു ഭാഗം കോരശിന് കൊടുത്തു. പാർസി രാജാവായ കോരശിന്റെ മനസ്സിനെ ഉണർത്തി നഷ്ടപ്പെട്ടു പോയ തന്റെ നാടിനെ തിരിച്ചു പിടിക്കാൻ എസ്രായുടെ നെഹമ്യാവിന്റെ നേതൃത്വത്തിലും സെരുബാബേലിന്റെ നേതൃത്വത്തിൽ ഒരു കൂട്ടം ജനം മടങ്ങിപ്പോവുകയാണ്. ചരിത്രത്തിലൂടെ ദൈവം ആരാണെന്ന് കാലാകാലങ്ങളിൽ അബ്രഹാമിന്റെ കാലഘട്ടത്തിൽ അബ്രഹാം പരദേശിയായി പോകുക, കാണിപ്പാനിക്ക് ദേശത്തേക്ക് പോകുക. പോകുന്ന വഴിക്ക് തന്റെ ഭാര്യ സാറയെ, അബിമേലെക്കല്ലേ, കൊട്ടാരത്തിൽ കൊണ്ടുപോയി. സുന്ദരിയാണെന്ന് കണ്ടപ്പോൾ രാജാവ് അന്ന് രാത്രി ആ സഹോദരിയെ തന്റെ ഭാര്യയായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. സുന്ദരിയല്ലേ? പക്ഷെ രാജാവൊക്കെ അധികാരമൊക്കെ ഉണ്ട്. തന്റെ പ്രൗഢിയും തന്റെ അധികാരമൊക്കെ വെച്ചുകൊണ്ട് ഈ സുന്ദരിയായ യുവതിയെ കിടപ്പറ വരെ കൊണ്ടുവന്നു. പക്ഷെ കിടപ്പറയിലെത്തിയപ്പോൾ ദൈവം ഇറങ്ങി പറഞ്ഞു, തൊട്ടുപോകരുത്.
നീ രാജാവ് അധികാരമുള്ളവനാ, പക്ഷേ എന്റെ അഭിഷക്തനായിരിക്കും, ഞാൻ വിളിച്ചിറക്കിക്കൊണ്ടുവന്ന എന്റെ മകന്റെ ഭാര്യ, അബ്രഹാമിന്റെ ഭാര്യ അത്, നീ തൊട്ടു പോകരുതെന്ന് പറഞ്ഞു. നോക്കണം, അരമനയ്ക്കകത്തും തമ്പുരാൻ പറയാതെ ഒരു ചലനവും നടക്കുകയില്ല. കിടപ്പറയ്ക്കകത്തും ദൈവം പറയാതെ ഒന്നും നടക്കുകയില്ല. ഇതൊക്കെ ചരിത്രമാണ്. എന്തൊക്കെ കയ്യിൽ ഇരിപ്പുണ്ടെങ്കിലും, എന്തൊക്കെ കഴിയുമെന്നൊക്കെ അഹങ്കരിച്ചാൽ ഇതെല്ലാം വേസ്റ്റാണ്. ദൈവം പറയാതെ ഒന്ന് ചലിക്കാൻ ആർക്കും കഴിയുകയില്ല. ആമേൻ. അങ്ങനെയാണെങ്കിൽ ഞാൻ അതിനകത്ത് ഒരു ദൈവിക ദൂത് നിങ്ങളോട് പറയാം. ചരിത്രത്തിൽ ഇടം തേടി ദൈവത്തിന്റെ ശക്തിയും ബലവും മഹത്വവും ഒക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ, നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ കുടുംബത്തിൽ, എന്റെ കുടുംബത്തിൽ, നമ്മുടെ ശുശ്രൂഷയിൽ, നമ്മുടെ തലമുറയിൽ എത്ര ശക്തമായ അധികാരസ്ഥർ നിങ്ങൾക്കെതിരെ കളിച്ചാലും, എന്തെല്ലാം നിങ്ങൾക്കെതിരെ പദ്ധതി ഒരുക്കിയാലും, ഇന്ന് രാത്രി പരിശുദ്ധാത്മാ ഞാൻ പറയട്ടെ, തമ്പുരാൻ പറയാതെ ഒരു വിരൽ അനക്കാൻ ആർക്കും കഴിയത്തില്ല. ഏത് വിഷയത്തിന്മേൽ നിങ്ങൾ ആകുലപ്പെട്ടിരുന്നാലും, ഭയപ്പെട്ടിരുന്നാലും, ഭാരപ്പെട്ടിരുന്നാലും, ദൈവം തമ്പുരാൻ മുകളിൽ നിന്നൊരു ഓർഡർ കൊടുക്കാതെ ഒരു ശക്തിക്കും അവിടെ ചലിക്കാൻ കഴിയത്തില്ല. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിനകത്ത്, നിങ്ങൾ ഭാരപ്പെടുന്ന വിഷയത്തിനകത്ത്, നിങ്ങൾ ഹൃദയവേദനയോടെ നിലവിളിക്കുന്ന വിഷയത്തിനകത്ത്, ഈ ക്ലാസ്സിനകത്ത് ഞാൻ പറയട്ടെ, ചലിക്കുന്നൊരു ദൈവമുണ്ട്, പ്രവർത്തിക്കുന്നൊരു ദൈവമുണ്ട്, നിയന്ത്രിക്കുന്നൊരു ദൈവമുണ്ട്. ആ ദൈവം ശക്തമായി നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും, ശക്തമായി നിങ്ങൾക്ക് വേണ്ടി ഇടപെടും. ആമേൻ. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം അതിന്റെ 10 മുതലുള്ള വാക്യങ്ങളാണ് ഞാൻ ആ പറഞ്ഞ ഭാഗം. അവിടെ ഫറവോന്റെ പ്രഭുക്കന്മാരും അവളെ കണ്ടു. ഫറവോന്റെ മുമ്പാകെ അവളെ പ്രശംസിച്ചു. സ്ത്രീ ഫറവോന്റെ അരമനയിൽ പോകേണ്ടി വന്നു. അബിമലേഖല ഫറവോൻ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന ആശയം നിങ്ങൾക്ക് മനസ്സിലായി കാണും. ചരിത്രത്തിലൂടെ കൂടിയുള്ള ദൈവിക വെളിപ്പാട്. സങ്കീർത്തനം 75:7. Hallelujah. Psalm 75:7. Hallelujah. ദൈവം ന്യായാധിപതിയാകുന്നു, അവൻ ഒരുത്തനെ താഴ്ത്തുകയും മറ്റൊരുത്തനെ ഉയർത്തുകയും ചെയ്യുന്നു. ആമേൻ. ആമേൻ. കണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്ന് വരുത്തുന്നതും ദൈവം, 2-4 ദിനം കൊണ്ട് ഒരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ദൈവം. അല്ലേ? പണ്ടൊക്കെ നമ്മളിത് പാടിക്കൊണ്ട് നടന്നു, പക്ഷെ ഇപ്പൊ അതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് യാഥാർത്ഥ്യം. ഇതാണ് ഇവിടെ ഒരുത്തനെ താഴ്ത്തുന്നതും ഒരുത്തനെ ഉയർത്തുന്നതും ആരാ? ദൈവമാ. അതുകൊണ്ട് നിങ്ങൾ ഒന്നും പേടിക്കണ്ട, ഒന്നും ഭയപ്പെടണ്ട. ദൈവം എല്ലാം പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ദാനിയേൽ 4:32. The book of Daniel, chapter 4:32. നമ്മൾ നേരത്തെ പറഞ്ഞു വിട്ട വിഷയം. Daniel 4:32. നിന്നെ മനുഷ്യരുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയും, നിന്റെ പാർത്ത കാട്ടിലെ മൃഗങ്ങളോട് കൂടി ആയിരിക്കും, നിന്നെ കാളയെ പോലെ പുല്ല് തീറ്റും. അത്യുന്നതനായവൻ മനുഷ്യരുടെ രാജ്യത്വത്തിന്മേൽ വാഴുകയും അതിനെ തനിക്ക് ബോധിച്ചു വന്ന് കൊടുക്കുകയും ചെയ്യുന്നു എന്ന് നീ അറിയുന്നത് വരെ നിനക്ക് 7 കാലം കഴിയും. ആമേൻ. നേരത്തെ ഞാൻ പറഞ്ഞ ആ വാക്യം കിട്ടിയില്ലേ? അടുത്തത് അബ്രഹാമിനെ പറ്റി ഞാൻ പറഞ്ഞ കാര്യം. എബ്രായ ജനതയുടെ പൂർവികനായിരുന്ന അബ്രഹാം മുതലുള്ള ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ, ചരിത്രത്തിൽ കൂടി എബ്രായ ജനതയോടുള്ള ബന്ധത്തിൽ ദൈവം തന്നെ വെളിപ്പെടുത്തുന്ന ഭാഗങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അവിടെയാണ് ദൈവിക ആസ്തിക്യം നമുക്കവിടെ കാണാൻ കഴിയുന്നത്. ദൈവിക ആസ്തിക്യം, ദൈവിക പ്രവർത്തനങ്ങളുടെ തെളിവായിട്ട് മിസ്രൈമിൽ ഫറവോ രാജാക്കന്മാർക്ക് അടിമ വേല ചെയ്ത് കഷ്ടപ്പെട്ട് കഴിഞ്ഞിരുന്ന യഹൂദ ജനത്തിന്റെ പുറപ്പാട്
മനസ്സിലായോ? ഇതൊക്കെ നോട്ടിലുണ്ട്. നോട്ടിൽ നിങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇസ്രായേൽ ജനത്തിന് ദൈവം കൊടുത്ത ഉടമ്പടി സീനായ് മലയിൽ വെച്ച്, അല്ലേ? ഇത്ര സ്ട്രോങ് ആയ ഒരു ഉടമ്പടിയെ കൊടുത്തേ. ഇസ്രായേൽ ജനത്തിന് ദൈവം കൊടുത്ത ആ സ്ട്രോങ് ആയ ഉടമ്പടി അതുപോലെ ഇസ്രായേൽ ജനത്തിന് ദൈവം കൊടുത്ത സമാഗമന കൂടാരം, അതുപോലെ തന്നെ മറ്റു ജാതികളിൽ നിന്ന്, രാഷ്ട്രങ്ങളിൽ നിന്ന് തിരഞ്ഞെടുത്ത് ദൈവികമായുള്ളൊരു ബന്ധത്തെ പ്രത്യേകമായി കണക്ട് ചെയ്ത് അവിടെ അഹരോന്യ പൗരോഹിത്യം, അല്ലേ? ദൈവം കൊടുത്തല്ലോ ഇസ്രായേലിന് അഹരോന്യ പൗരോഹിത്യം. കൂടാതെ യാഗങ്ങൾ, ഉത്സവങ്ങൾ, ഉത്സവങ്ങൾ, അതിലൊക്കെ ഉപരിയായിട്ട് ദൈവം ധാർമ്മികവും സദാചാരപരവുമായ നിയമങ്ങളിലൂടെ എല്ലാ ദൈവിക വെളിപ്പാടും കാണുവാൻ കഴിയുന്നുണ്ട്, അല്ലേ? ധാർമ്മികവും സദാചാരപരവുമായ നിയമങ്ങളിലൂടെയും എല്ലാ ദൈവിക വെളിപ്പാട് നമുക്ക് കാണാൻ കഴിയും. നേരത്തെ നമ്മൾ വായിച്ചതുപോലെ ലോക സാമ്രാജ്യങ്ങളായിരുന്ന ബാബിലോൺ, മേദ്യ, പാർസ്യ, ഗ്രീക്ക്, ലോക സാമ്രാജ്യങ്ങളായിരുന്ന ബാബിലോൺ, മേദ്യ, പാർസ്യ, ഗ്രീക്ക് എന്നിവരോടുള്ള ദൈവിക ഇടപാടുകളുടെ ചരിത്രവും വേദപുസ്തകം നൽകുന്നുണ്ട്. അപ്പൊ ചരിത്രത്തിലൂടെ കാലാകാലങ്ങളിൽ ദൈവം തന്നെ എന്ത് ചെയ്യാണ്? വെളിപ്പെടുത്തുകയാണ്. ചരിത്രത്തിലൂടെ കാലാകാലങ്ങളായി ദൈവം തന്നെ വെളിപ്പെടുത്തുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ദൈവം ആരാണെന്ന് പഠിച്ചാണല്ലോ. ദൈവത്തെ പറ്റി പഠിക്കുന്ന വിഷയമാണല്ലോ തിയോളജി, ദൈവശാസ്ത്രം, ദൈവത്തിന്റെ സ്വഭാവ ഗുണങ്ങൾ. എത്ര സിസ്റ്റമാറ്റിക് ആയിട്ടാണ് കാലാകാലങ്ങളിൽ ഈ സാമ്രാജ്യങ്ങളെ ദൈവം സൃഷ്ടിച്ചതും ഒരുക്കിയെടുത്തതും ദൈവം നിർത്തിയിരിക്കുന്നതും. ഓക്കെ, അടുത്തൊരു കാര്യം കൂടെ പറഞ്ഞ് നമ്മുടെ ക്ലാസ് ഒന്ന് നിർത്താം. 1, 2, മൂന്നാമത്തത്, മാനുഷിക മനസാക്ഷിയിൽ കൂടിയുള്ള ദൈവിക വെളിപ്പാട്. മാനുഷിക മനസാക്ഷിയിൽ കൂടിയുള്ള ദൈവിക വെളിപ്പാട്, മൂന്നാമത്തത്. റോമാലേഖനം 2-ാം അധ്യായം 14 മുതൽ 16 വരെ. റോമർ 2-ന്റെ 14 മുതൽ 16 വരെ. റോമാലേഖനം 2-ാം അധ്യായം 14 മുതൽ 16 വരെ. ന്യായപ്രമാണമില്ലാത്ത ജാതികൾ ന്യായപ്രമാണത്തിൽ ഉള്ളത് സ്വഭാവത്താൽ ചെയ്യുമ്പോൾ ന്യായപ്രമാണമില്ലാത്ത അവർ തങ്ങൾക്ക് തന്നെ ഒരു ന്യായപ്രമാണം ആകുന്നു. അവരുടെ മനസാക്ഷിയുടെ സാക്ഷ്യം പറഞ്ഞും അവരുടെ വിചാരങ്ങൾ തമ്മിൽ കുറ്റം ചുമത്തുകയോ പ്രതിവാദിക്കുകയോ ചെയ്തുകൊണ്ടും അവർ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി തങ്ങളുടെ ഹൃദയത്തിൽ എഴുതിയിരിക്കുന്നതായി കാണിക്കുന്നു. ദൈവം യേശുക്രിസ്തു മുഖാന്തരം മനുഷ്യരുടെ രഹസ്യങ്ങളെ എന്റെ സുവിശേഷ പ്രകാരം ന്യായം വിധിക്കുന്ന നാളിൽ തന്നെ. ആമേൻ. ആദിമ മനുഷ്യൻ, യഹോവ ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ, തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച മനുഷ്യൻ, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 27-ാം വാക്യം,
ആ മനുഷ്യന് ദൈവത്തിന്റെ സ്വരൂപം കൊടുത്തു, സാദൃശ്യം കൊടുത്തു. ആ മനുഷ്യന് ദൈവം ഭൂമിയിലെ ഏദൻ തോട്ടത്തെ അടക്കി ഭരിക്കാനുള്ള അധികാരം കൊടുത്തു. ഇതെല്ലാം ദൈവം കൊടുത്തിട്ട് അതിനകത്ത് ദൈവം ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ദൈവം മനുഷ്യന് എന്ത് കൊടുത്തു? മനസാക്ഷി. അവിടെ പെന്തക്കോസുകാരനാവണമെന്നോ, കത്തോലിക്കനാവണമെന്നോ, ലാറ്റിൻകാരനാവണമെന്നോ, ജ്ഞാനായക്കാരനാവണമെന്നോ, ഹിന്ദു ആണെന്നോ, മുസൽമാനാണെന്നോ, അവിടെ ആഫ്രിക്കൻ ആണെന്നോ, ഇനി അമേരിക്കൻ ആണെന്നോ, സായിപ്പാണെന്നോ ഒരു വ്യത്യാസവും. എല്ലാ മനുഷ്യരും അന്നും ഇന്നും ഒരു വിദ്യാഭ്യാസവും ഇല്ലെങ്കിലും ഈ സത്യദൈവത്തെ അറിഞ്ഞില്ലെങ്കിലും നമ്മളെക്കാൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട് എത്രയോ ഭേദമാണ്. ഇതൊന്നും അറിയാത്ത ഈ ലോകത്തിൽ എത്രയോ മനുഷ്യർ. മനസാക്ഷി. ഞാൻ അങ്ങനെയുള്ള ചില ആളുകളോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പം അവർ പറഞ്ഞു അവരുടെ വീട്ടിലും നാട്ടിലും കുടുംബക്കാരും നാട്ടുകാരെല്ലാം മദ്യപിക്കുന്നവരാ. അപ്പൊ നിങ്ങളെന്താ മദ്യപിക്കാത്ത? എനിക്ക് എന്റെ മനസാക്ഷി, മദ്യപാനം ശരിയല്ല, അത് നല്ലതല്ല. അവരുടെ മനസാക്ഷി അത്. ബൈബിൾ പറഞ്ഞത് കൊണ്ട് അവർ മദ്യപിക്കാത്തതല്ല, അവർക്ക് അതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല. അനേക പാപപ്രവർത്തികളിൽ നിന്ന് അവർ വേർപെട്ടിരിക്കുന്നു. അനേക ആളുകൾക്ക് അവർ സഹായം ചെയ്യുന്നു, ആരും പറഞ്ഞിട്ടല്ല. അത് വേദനിക്കുന്ന, കഷ്ടപ്പെടുന്ന ഒരാളെ കാണുമ്പോൾ അറിയാതെ അവർ കരയുന്നു, അവരെ സഹായിക്കുന്നു, സാന്ത്വന സ്പർശനങ്ങളുമായി മുന്നോട്ട് ചെല്ലുന്നു. ഇതെല്ലാം ഈ മനസാക്ഷിയിൽ നിന്നുണ്ടാകുന്നതാ. വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോഴും ഹായിൻ ഹാബേലിനെ കൊന്നു, അവന്റെ ഉള്ളിൽ ക്രൂര മനസാക്ഷിയായിരുന്നു, അല്ലേ? ക്രൂരനായ മനസ്സ് അവന്റെ. അതുപോലെ തന്നെ മുന്നോട്ട് നമ്മൾ പഠിക്കുമ്പോൾ അനേക ഇടങ്ങളിൽ, അനേക സ്ഥലങ്ങളിൽ, അനേക ആളുകൾ, അനേക വ്യക്തികൾ, അവരെല്ലാവരും ഒരു വിധത്തിലല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ അവരുടെ മനസാക്ഷി അവരെന്ത് ചെയ്തില്ല? തെറ്റുകൾ ചെയ്യാൻ അനുവദിക്കുന്നില്ല. കയീൻ ഹാബേലിനെ കൊന്നു, അവന്റെ ആ ക്രൂര മനസാക്ഷി അത് അസൂയയിൽ നിന്നുണ്ടായതാ. പക്ഷേ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവന്റെ മനസാക്ഷിയിൽ കുറ്റബോധം ഉണ്ടായി. എന്നിട്ട് അവൻ ദൈവത്തോട് പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ ഇവിടെ നിന്ന് ഇനി പുറപ്പെട്ടാൽ എന്നെ കാണുന്നവർ എന്നെ കൊല്ലും. മരണഭയം അവനെ നേടി, അല്ലേ? അതുകൊണ്ട് നീ എന്നെ സഹായിക്കണം, എന്നെ രക്ഷിക്കണമേ എന്ന് അവൻ നിലവിളിക്കുന്നുണ്ട്. എന്നെ കാണുന്നവർ എന്ത് ചെയ്യും? എന്നെ കൊല്ലും. അപ്പോൾ ദൈവം അവന്റെ നെറ്റിമേൽ ഒരു അടയാളം കൊടുത്തു, അല്ലേ? ഇവിടെ നീ കിഴക്കോട്ട് യാത്ര ചെയ്യാൻ പറഞ്ഞു. ഇനി മറ്റൊരു കാര്യം, നമ്മള് മുന്നോട്ട് വായിച്ചൊരു ഒത്തിരി സംഭവമുണ്ട്, ഞാനൊന്നും പറയുന്നില്ല. എന്നാൽ യാക്കോബിന്റെ മക്കൾ ആടുകളെ മേയ്ക്കുന്നിടത്ത് യോസഫ് അവിടെ ചെന്നു. ക്രൂര മനസാക്ഷി, സ്വന്തം സഹോദരനെ പിടിച്ച് അവന്റെ വസ്ത്രം ഊരി ഒരാടിനെ കൊന്ന് അതിന്റെ രക്തത്തിൽ മുക്കി അവനെ എന്നിട്ട് പൊട്ടക്കണത്തിലിട്ടു. അവൻ കൊണ്ടുവന്ന ആഹാരം അവർ കഴിക്കുന്നേ. ആ ആഹാരം കഴിച്ചോണ്ടാ ഇവനോട് എന്ത് ചെയ്യുന്നേ? ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കുന്നത്. എന്നാൽ അതിനകത്ത് രൂപേൻ പറയുന്നൊരു കാര്യമുണ്ട്. ഒരു കച്ചവടക്കാരൻ അതിലേ വന്നപ്പോൾ
രൂപൻ പറയാണ്, ഇവൻ നമ്മുടെ സഹോദരനല്ലേ, അവനെ കൊല്ലേണ്ട, അവനെ പൊട്ടക്കിണറ്റിലിട്. അതിനുശേഷം പറയുകയാണ്, ആ കച്ചവടക്കാരൻ നമുക്ക് എന്ത് ചെയ്യാം, അവനെ കയറ്റി വിറ്റ് കളയാം, എവിടെയെങ്കിലും പോയി ജീവിച്ചോട്ടെ. കേട്ടോ, ഒരു മനസാക്ഷി അതിനകത്ത് ഒരാൾക്കുണ്ടായി അല്ലേ, ഒരു മനസാക്ഷി. ഇതുപോലെ തന്നെയാണ് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നല്ല ശമരിക്കാരന് കഥ പറയുന്നത്. ആടിയേറ്റ് കിടക്കുന്ന, കള്ളന്മാരിൽ ആക്രമിക്കപ്പെട്ട് കിടക്കുന്ന മനുഷ്യനെ കണ്ടപ്പോൾ വഴിയെ പോയ കച്ചവടക്കാരന് ഒരു മനസ്സലിവ് തോന്നി. പുരോഹിതനുണ്ടായില്ല, ലേവ്യനുണ്ടായില്ല, സഹായിക്കേണ്ടവനുണ്ടായില്ല. പക്ഷേ വഴിയെ പോയ വ്യക്തിക്ക് എന്തുണ്ടായി? ആ വഴിയാത്രക്കാരന് ഒരു മനസാക്ഷി ഉണ്ടായി. അപ്പൊ ഇവിടെയെല്ലാം നമ്മൾ കാണുന്നത്, ഇതിലൂടെയെല്ലാം ഒരു ദൈവിക വെളിപ്പാടാണ്. ദൈവം ആരാണെന്ന് പ്രത്യേകമായിട്ട് നമ്മൾ ഈ പുസ്തകമൊക്കെ എടുത്ത് വളരെ 10 കൽപ്പനയും 10 കാര്യങ്ങളൊക്കെ പറഞ്ഞ്, വെളിപ്പാടുകളൊക്കെ പറഞ്ഞ്, അങ്ങനെ ഭയങ്കര ഗംഭീരമായ പ്രസംഗം കേട്ട് അല്ലേ, 10-50 ആള്, 100 പേര് 200 പേരൊക്കെ കൂടുന്നിടത്ത് നമ്മളൊക്കെ ഒരുമിച്ചിരുന്ന് ഗംഭീരമായ പ്രഭാഷണം നടത്തുമ്പോൾ ഈ പ്രഭാഷണം കേട്ടുകൊണ്ട് എല്ലാം അനുസരിച്ച് എല്ലാം കേട്ട് ഉടലോടെ സ്വർഗത്തോട് പോയിരിക്കുന്ന ആളുകളെ അല്ല, മാത്രമല്ല ദൈവം ഇത് വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ ABCD കണ്ടിട്ടില്ലാത്ത, കേട്ടിട്ടില്ലാത്ത, അറിഞ്ഞിട്ടില്ലാത്ത, ഉൾവനങ്ങളിൽ ഉൾഗ്രാമങ്ങളിൽ കിടക്കുന്ന, വനാന്തരങ്ങളിൽ താമസിക്കുന്ന, ദൈവം ആരെന്ന് പോലും അറിയാത്ത, അവിടെയാണ് കർത്താവ് പറയുന്നുണ്ട്, മനസാക്ഷി നിമിത്തം പലരും എന്ത് ചെയ്യും, ആ നാളിൽ ദൈവത്തെ അറിയും, രക്ഷിക്കപ്പെടും, ദൈവത്തിന്റെ മകനെ മകളായിത്തീരും. അതുകൊണ്ട് അവരുടെ മനസാക്ഷി സാക്ഷ്യം പറഞ്ഞ് അവരുടെ വിചാരങ്ങൾ തമ്മിൽ കുറ്റം ചുമത്തുകയോ പ്രതിപാദിക്കുകയോ ചെയ്തുകൊണ്ട് അവർ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി തങ്ങളുടെ ഹൃദയത്തിൽ എഴുതിയിരിക്കുന്നതായി കാണിക്കുന്നു. ദൈവം യേശുക്രിസ്തു മുഖാന്തരം മനുഷ്യരുടെ രഹസ്യങ്ങൾ എന്റെ സുവിശേഷ പ്രകാരം ന്യായം വിധിക്കുന്ന നാളിൽ തന്നെ എന്നാണ് റോമാലേഖനം നമ്മൾ വായിച്ചു കണ്ടത്. അതുകൊണ്ട് മുകളിൽ പ്രസ്താവിച്ചെല്ലാം പൊതുവായ വെളിപ്പാടിന്റെ ഉദാഹരണങ്ങളാണ്. പൊതുവായ വെളിപ്പാടിന്റെ ഉദാഹരണങ്ങളാണ്. അവർക്ക് എന്തില്ല, ന്യായപ്രമാണം ഒന്നുമില്ലെങ്കിലും അവർ കർത്താവിനെ അറിയും. പ്രിയമുള്ളവരെ, ഒരു കാര്യം മാത്രം പറഞ്ഞ് ഞാൻ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. ഇനി അടുത്ത ക്ലാസ്സിലൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. സ്പെഷ്യൽ റെവലേഷൻ അടുത്ത ക്ലാസ് പഠിക്കാനുള്ളത്, പ്രത്യേക വെളിപ്പാട്, സ്പെഷ്യൽ റെവലേഷൻ. നമ്മുടെ ക്ലാസ്സിൽ പഠിച്ച വിഷയങ്ങളെല്ലാം മുൻനിർത്തിക്കൊണ്ട് ഒരു കാര്യം ഞാൻ പറയാം. ഒരിക്കലും യോഗ്യരല്ലാതിരുന്ന് നമ്മളെ യോഗ്യനാക്കി തീർത്തു. ആർക്കും വേണ്ടാതിരുന്ന് നമ്മളെ ദൈവം തിരഞ്ഞെടുത്ത്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 16-ാം വാക്യത്തിൽ വായിക്കുന്നത് പോലെ, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. നമ്മെ തിരഞ്ഞെടുത്തൊരു കർത്താവ്, നമ്മെ മാനിക്കുന്നൊരു ദൈവം ഇന്ന് നമ്മുടെ കൈ പിടിച്ച് നടത്തുന്നുണ്ട്. ആ ദൈവം എത്ര വലിയവൻ, എത്ര വലിയവൻ! ആ ദൈവം നിങ്ങളെ വഴി നടത്താൻ ശക്തനാണ്.